மறைந்த திரைப்பட இயக்குனர் பாரதிராஜாவின் நினைவில் மூணார். இடுக்கியின் அண்டை மாவட்டமான தேனி மாவட்டத்தை சேர்ந்த பாரதிராஜாவுக்கு மூணார் மக்களுடன் எப்போதும் நெருங்கிய உறவு உள்ளது. தேனியின் விவசாய கிராமப்புற காட்சிகளை ரசித்து வந்த பாரதிராஜாவிற்கு எப்போதுமே மூணாரின் அழகின் மீது தனி பிரியம் இருந்தது. 2006ஆம் ஆண்டு மூணார் மேளாவை தொடங்கி வைப்பதற்காக அவர் வந்தபோது ஒரு ஊரை திரண்டு நின்றுதான் பாரதிராஜா என்ற தேனியின் சின்னசாமியை வரவேற்றது. அன்றைய தேவிகுளம் എംഎൽഎ ஏக்கியமணி அந்த தருணங்களை நினைவு கூறுகிறார். അങ്ങാര് സിനിഫീൽഡിലേക്ക് വന്നതിന് ശേഷം തമിഴ്നാട്ടിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. അത് എഴുതിയ പാട്ടുകളാണ് തമിഴ്നാട്ടിലെ ഗ്രാമപ്പുറത്തിലുള്ള ജനങ്ങളെല്ലാം ആകർഷിക്കുവാനുള്ള ഒരു കാരണം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഇത് ഇപ്പോഴും മറക്കാൻ പറ്റാത്ത ഒരു നിലപാടാണ് തമിഴ്നാട്ടിനെ സംബന്ധിച്ചുള്ളത്. പിന്നെ അദ്ദേഹം ജന്മം കൊണ്ടത് നമ്മുടെ ദേവികുളം നിയോജകമണ്ഡലത്തിൻ്റെ തൊട്ട് പാടറിലെ തേനി ജില്ലയിലാണ് അദ്ദേഹം ജന്മം കൊണ്ടത്. അതുകൊണ്ട് മൂന്നാറിനോട് പുള്ളിക്ക് എപ്പോഴും പ്രത്യേക ഒരു താല്പര്യമുണ്ട്. 2026 ഇവിടെ വന്നിരുന്നു 2006 ഇവിടെ വന്നിരുന്നു. 2006 ഇവിടെ വന്നിരുന്നു മേള ഉദ്ഘാടനം ചെയ്യാനായിട്ട് വന്നിരുന്നു. അപ്പോൾ ഞങ്ങളോട് എല്ലാവരും കൂട്ടോടെ ഈ പ്രകൃതി കണ്ട് വളരെ ആസ്വദിച്ചുകൊണ്ട് ഇത്രയും നല്ല പ്രകൃതി എവിടെ ഇല്ല എന്നുള്ള പുള്ളിയുടെ പുറമെ പ്രകൃതി ഇല്ല എന്നുള്ളത് ഞങ്ങളോട് പറയുകയും ഞങ്ങളോട് തന്നെ ഒപ്പം വണ്ടി കയറാതെ നടന്നു വരികയും ചെയ്ത ആ ഓർമ്മകളിൽ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം. ഏതായാലും അദ്ദേഹത്തിൻ്റെ മരണം വല്ലാതെ സങ്കടം തന്നെയാണ്. ഇത് നികത്താൻ ഇനി തമിഴ്നാട്ടിൽ ഒരാളുണ്ടോ ഇല്ലെന്ന് ചോദിച്ചാൽ അത് അവിടെ തന്നെ പറയണം. നമുക്ക് ഇല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിന് വളരെ വേദനിക്കുന്നു. வாகனத்தில் ஏறாமல் மழையில் நனைந்தபடி மூணாரின் அழகை ரசித்துக் கொண்டே பாரதிராஜா நடந்து சென்றார். தனது உரையில் மூணாரின் அழகை பாராட்டி பேசினார். அதுவரை மூணாருக்கு வர முடியாமல் போனதற்கான வருத்தத்தையும் பகிர்ந்து கொண்டார். பொதுமக்களின் ஓயாத கைத்தட்டல்களுடன் ஆரவாரத்துடன் அவரது வார்த்தைகளை ஏற்று வாங்கினர். 2006ஆம் ஆண்டு மூணார் மேளாவுக்கு பின்பு பலமுறை பாரதிராஜா மூணாரின் அழகை ரசிப்பதற்காக போடிமெட்டு கடந்து மூணார் வந்து சென்றிருக்கிறார். நியூஸ் பியூரோ, மூணார்.